ഡൽഹിയിലെ ദ്വാരകയിൽ ദാബ്രി മേഖലയിൽ നടന്ന ഈ ക്രൂരമായ സംഭവം മനുഷ്യസാക്ഷിയെ നടുക്കുന്ന ഒന്നാണ്. വെറും പണമിടപാടിലെ തർക്കത്തെ തുടർന്ന് ഒരു മനുഷ്യൻ മറ്റൊരുവന്റെ കൈകൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് മുറിക്കാൻ ശ്രമിച്ചു എന്നത് അങ്ങേയറ്റം ഭയാനകമാണ്. ഈ സംഭവത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. എന്താണ് സംഭവിച്ചത്? പ്രതി അജയ് പാൽ, 53 വയസ്സ്. ഇയാളൊരു പാൽ വ്യാപാരിയാണ്. ഇര ലോകേഷ് ഗുപ്ത, 32 വയസ്സ്. ഇയാളൊരു ഹൽവായിയും മധുരപലഹാര നിർമ്മാതാവും കാറ്ററിംഗ് ടെന്റ് സർവീസ് നടത്തുന്നയാളുമാണ്. തർക്കത്തിന്റെ കാരണം: അജയ് പാലിന്റെ മകളുടെ വിവാഹത്തിന്റെ കാറ്ററിംഗ് കരാർ ലോകേഷിനായിരുന്നു. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ ബില്ലിൽ 2 ലക്ഷം രൂപ കൂടി ലോകേഷിന് കിട്ടാനുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ഏപ്രിൽ 24 ഈ കുടിശ്ശിക ചോദിക്കാനായി അജയ് പാലിന്റെ വീട്ടിലെത്തിയതായിരുന്നു ലോകേഷ്. എന്നാൽ സർവീസ് ശരിയല്ലെന്ന കാരണത്താൽ പണം നൽകാൻ അജയ് വിസമ്മതിച്ചു. ക്രൂരമായ ആക്രമണം. തർക്കം രൂക്ഷമായതോടെ അജയ് പാലും മറ്റു ചിലരും ചേർന്ന് ലോകേഷിനെ വീടിന്റെ മട്ടുപ്പാവിലേക്ക് ബലമായി വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവിടെ വെച്ച് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഗ്രൈൻഡർ ഉപയോഗിച്ച് ലോകേഷിന്റെ 2 കൈകളും മുറിച്ചുമാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ലോകേഷിന്റെ കൈകളിലെ ഞരമ്പുകൾക്കും പേശികൾക്കും ഗുരുതരമായ പരിക്കേറ്റു. നിലവിലെ അവസ്ഥ: ആരോഗ്യസ്ഥിതി: രക്തം വാർന്നൊലിക്കുന്ന നിലയിൽ കണ്ടെത്തിയ ലോകേഷിനെ ഉടൻ തന്നെ ദീൻദയാൽ ഉപാധ്യായ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് നില വഷളായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എയിംസിലേക്ക് മാറ്റി. അറസ്റ്റ്: പ്രധാന പ്രതിയായ അജയ് പാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന 2 പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും കസ്റ്റഡിയിലെടുത്തു. നിയമ നടപടികൾ: കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള ഗൗരവകരമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ആക്രമണവാസനയുടെയും നിയമത്തോടുള്ള ഭയമില്ലായ്മയുടെയും തെളിവാണ് ഈ സംഭവം. ലോകേഷിന്റെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ കഴിയട്ടെയെന്ന് നമുക്ക് പ്രത്യാശിക്കാം.